ഞാനെങ്ങനെയുണ്ട്? അതെന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? കൈ കൊള്ളുന്നില്ലേ? ഭയങ്കര വലുപ്പാ. കൈ എത്തുന്നില്ലേ? ഇത് വിൽക്കണോ എനിക്ക് വെക്കാവോ ഇത്? ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് ചെയ്യാൻ പോകുന്നത് ലെനോവോ ലീജിയൻ ഗോ ആണിത്. ഇത് ഞാൻ ലോക്കലി പിക്കപ്പ് ചെയ്താണ്, റീസെൽ ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റീസെൽ ചെയ്തതിന് മുമ്പ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് സംഭവം എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരി കേസിലാണ് നമ്മുടെ ഹാൻഡ് ഹെൽഡ് വരുന്നത്. ഇതിന്റെ ഒരു നീറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഇതിനുള്ളിൽ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. ഇത് അതിന് FPS മോഡിന് ഉപയോഗിക്കുന്ന ഒരു അഡാപ്റ്ററാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ കുറച്ച് കഴിയുമ്പം. വേറെ ഇതിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല, നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെനോവോ ലീജിയൻ ഗോ. വളരെ വളരെ വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലീജിയൻ ഗോ. ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMDയുടെ Z1 എക്സ്ട്രീം പ്രോസസ്സറാണ് ഇതിലുള്ളത്. ഇവിടെ വോളിയം കൺട്രോൾസ് ടോപ്പിലാണ്. ഒരു ടൈപ്പ് സി ഉണ്ട് ചാർജിനും ഡാറ്റ ട്രാൻസ്ഫറിനും. ഒരു SSD ഇടാനുള്ള സ്ഥലമുണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഇൻടേക്ക് ഫാൻസ് ആണിത്. എക്സോസ്റ്റ് ഇവിടെയാണ്. പവർ ബട്ടൺ ഉണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതിൽ 2 സ്പീക്കേഴ്സ് ഉണ്ട്. ടോപ്പ് ഫയറിംഗ് ആണ്. ഫ്രണ്ടിൽ 2 ചെറിയ മൈക്രോഫോണും ഉണ്ട്. കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട് ഹാൻഡ് ഹെൽഡിന്റെ അടിയിലുണ്ട്. ഇത് നമുക്ക് ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫറിനും പറ്റുന്നതാണ്. നമ്മളിതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു കിക്ക് സ്റ്റാൻഡ് ഉണ്ട്. നമുക്കിത് ആവശ്യമാണെങ്കിൽ നമുക്കിങ്ങനെ കിക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊരു ബാക്കിയുള്ള ഹാൻഡ് ഹെൽഡിൽ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജോയ് കോൺസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ജോയ് കോൺസ് റിമൂവ് ചെയ്യുന്നത് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പിൽ പ്രസ് ചെയ്ത് നമ്മളിത് താഴോട്ട് പുള്ള് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഡിറ്റാച്ച് ആവും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് സെയിം പ്രോസസ്സാണ്. ക്ലിക്ക് ചെയ്യുക, പുൾ ഡൗൺ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ടാബ്ലറ്റ് പോലെയാവും ഇത്. വിൻഡോസ് 11 ആണ് റൺ ചെയ്യുന്നത്. നമുക്ക് വിൻഡോസിൽ കളിക്കാൻ പറ്റുന്ന ഏത് ഗെയിംസും ഇത് കളിക്കാൻ പറ്റും. ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും, കാരണം ഒരു മൊബൈൽ ചിപ്പ് ആയതുകൊണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഗെയിംസ് റൺ ചെയ്യാൻ പറ്റും. ഇത്തിരി ക്വാളിറ്റി കുറച്ച് റെസൊല്യൂഷൻ കുറച്ചിട്ട് ഗെയിംസ് റൺ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മളിത് FPS മോഡിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സ്വിച്ച് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് FPS മോഡിലോട്ട് മാറും. പിന്നെ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലേ ഇതാണ് നമ്മുടെ കോൺസോളിനെ പവർ ചെയ്യാനും ചാർജ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ചാർജർ. 65 വാട്ട്സിന്റെ ചാർജറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലൊരു ഗെയിം ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ടെറേറിയ എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സ് ഇപ്പം കേൾക്കാൻ പറ്റും. ഇവിടെയുള്ള 2 സ്പീക്കേഴ്സ്. ഇതാണ് ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കിതൊരു PC പോലെ യൂസ് ചെയ്യാനും പറ്റും. പെർഫോമൻസ് വലിയ കാര്യമായിട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു PC പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലുള്ള ഒരു ഡോങ്കിൾ വെച്ചാണ് നമ്മുടെ ഈ ലെനോവോ ലീജിയൻ ഗോനെ നമ്മൾ നമ്മുടെ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം. നമ്മുടെ ഡോങ്കിൾ നമ്മൾ ഈ ടൈപ്പ് സി പോർട്ടിൽ പ്ലഗ് ചെയ്യുക. നമ്മളൊരു HDMI കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മളിത് നേരെ നമ്മുടെ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ലീജിയൻ ഗോനെ ഒരു പോർട്ടബിൾ ഗെയിമിംഗ് ബീസ്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളിതിപ്പോൾ നമ്മുടെ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഇത് നമുക്ക് ഇതിൽ ഗെയിമിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ PC ഫുള്ള് റൺ ചെയ്യുന്നത് നമ്മുടെ ലീജിയൻ ഗോയിൽ നിന്നാണ്.
നമ്മളിത് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്തു. നമുക്കിനി ഇതിൽ ഒരു ഗെയിം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഈ ഗെയിം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലീജിയൻ ഗോയിന്നാണ്. ഞാനിവിടെ നമ്മുടെ ഡോംഗ്ലയിൽ HDMI-യും നമ്മുടെ മൗസും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ കൂടെ വരുന്ന ഡിറ്റാച്ചബിൾ കൺട്രോളേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇച്ചിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് മിത്ത് വൂക്കോങ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ സെറ്റിംഗ്സ് ഒത്തിരി കുറയ്ക്കേണ്ടി വരും, റെസൊല്യൂഷനും കുറയ്ക്കേണ്ടി. നമ്മളിപ്പം മോണിറ്റർ നമ്മൾ 1080p സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് 1080p നമുക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ലീജിയൻ ഗോയിന്ന് ബ്ലാക്ക് മിത്ത് വൂക്കോങ് നമ്മൾ ഡിസ്പ്ലേയിൽ റൺ ചെയ്യുകയാണ്. 1080p ഫുൾ ലോ സെറ്റിങ്സ് ആണ്, അപ്പ് സ്കെയിലിംഗ് ഉണ്ട്, ഫ്രെയിം ജെനും ഓണാണ്. ഗ്രാഫിക്സ് കാണാൻ നമ്മൾ ഹൈ എൻഡ് PC ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം ഗ്രാഫിക്സ് കാണാൻ വലിയൊരു സുഖമില്ല. പക്ഷേ നമുക്ക് സ്റ്റോറി എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്ക് സ്റ്റിൽ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റും. അതാണ് നമുക്ക് പോർട്ടബിൾ ഗെയിമിംഗ് PCയുടെ വലിയൊരു ഗുണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലീജിയൻ ഗോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.